ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പോളി ജോസഫ്. ഇന്ന് നവംബർ 2 തിരുസഭ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഓൾ സോൾസ് ഡേ. ഈ ദിവസം സകല വിശുദ്ധരുടെയും തിരുനാളായ നവംബർ 1 അടുത്ത ദിവസമായ നവംബർ 2 തന്നെ തിരുസഭ ആഘോഷിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഹോളി സോൾസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സഭ എന്നത് 3 തരം വ്യക്തികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒന്ന്, ലോകത്തിലെ പാപങ്ങളും കറകളും ലേശവും പറ്റാതെ മരിച്ച് സ്വർഗത്തിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന വിജയസഭയിലെ വിശുദ്ധന്മാർ. അല്പം മാത്രം പൊടിയും അഴുക്കുമുള്ളത് അഗ്നിയിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ട് സഹനത്തിലൂടെ കടന്നു പോകുന്ന മരിച്ച ശുദ്ധീകരണാത്മാക്കൾ, സഹനസഭ. ലോകത്തിന്റെയും പാപത്തിന്റെയും കറ പുരളാതെ സമരം ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമരസഭ. സമരസഭയിൽ നമ്മൾ സഹനസഭയിലെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത ബൈബിളിൽ പഴയ നിയമത്തിൽ 2 മക്കബായർ 12-ാം അധ്യായം 39 മുതൽ 46 വരെ പ്രതിപാദിക്കുന്നുണ്ട്. യൂദാ മക്കബായ എന്ന യുദ്ധവീരൻ തന്റെ കൂടെ യുദ്ധം ചെയ്തിരുന്ന ഇസ്രായേൽക്കാർ മരിച്ചുപോയവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാൻ 2000 ദ്രാഗ്മ പിരിച്ചെടുത്ത് ജെറുസലേം ദേവാലയത്തിൽ വിടുന്ന ഭാഗം നാം വായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിച്ചവരെങ്കിലും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടാത്ത നിത്യരക്ഷയിലേക്ക് കടന്നു പോകുവാൻ വേണ്ടി അന്തിമമായ ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളാണ് ശുദ്ധീകരണ ആത്മാക്കളെന്ന് കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1030-31 ഖണ്ഡികയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യത്തിൽ യേശു തന്റെ വലതുവശത്തുള്ള കള്ളനോട് പറയുകയാണ്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ മരിച്ചാൽ ഉടനെ തന്നെ ഒരു വിധിയുണ്ടെന്നും അത് നമ്മളെ സ്വർഗത്തിലോ നരകത്തിലോ എത്തിക്കുമെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എബ്രായർ 9:27 ഇങ്ങനെ പറയുന്നു, എല്ലാവർക്കും മരണം ഉടനെ വിധി. എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ ഉടൻ തന്നെ ഒരു വിധിയുണ്ട്. അതിനെയാണ് തനത് വിധി അഥവാ പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ മരിച്ചാൽ ഞാൻ ഉടനെ തന്നെ യേശുവിൻ്റെ ആ വിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. എൻ്റെ പാപങ്ങൾക്കും എൻ്റെ പുണ്യങ്ങൾക്കും അനുസരിച്ച് സ്വർഗമോ നരകമോ എനിക്ക് ഉടനെ ലഭിക്കും. സ്വർഗത്തിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ അതിലെനിക്ക് അല്പം കുറവുകളുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടപ്പെടും. അതുകൊണ്ടാണ് 2 സ്ഥലമേ ഉള്ളൂ എന്ന് പറയുന്നത്, ഒന്ന് സ്വർഗം, ഒന്ന് നരകം. ഈ തനത് വിധിയിൽ ലഭിച്ച അതേ വിധി ഒരിക്കൽ കൂടി പൊതുവിധിയിൽ അഥവാ എല്ലാവരുടെ മുമ്പ് ഉള്ള അന്ത്യവിധിയിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ എനിക്ക് തനത് വിധിയിൽ സ്വർഗമാണ് കിട്ടിയതെങ്കിൽ പൊതുവിധിയിലും സ്വർഗം തന്നെയായിരിക്കും കിട്ടുക. അഥവാ നരകമാണ് കിട്ടിയതെങ്കിൽ അത് മാറി സ്വർഗമായി മാറുകയില്ല. അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വന്തമായി അവർക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാത്തത് കൊണ്ട് അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് നന്മരണത്തിന്റെ മധ്യസ്ഥനായ ഔസപിതാവും സമുദ്രതാരമായ പരിശുദ്ധ അമ്മയും സകല വിശുദ്ധന്മാരും പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ ജർത്രൂദ് ദ ഗ്രേറ്റ്, ടൊളൻഷ്യോ മുതലായ വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മരിച്ചവർ ഉയർപ്പിക്കുവാൻ പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനപരവും പോഷത്വവുമായിരിക്കുമെന്ന് 2 മക്കബായർ 12:44 പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ ധനവാന്റെയും ലാസറിന്റെയും ഉപമ ഈശോ പറയുന്നു നാം കേൾക്കുന്നു. ധനവാൻ മരിച്ച് അഗ്നിയിൽ കിടക്കുമ്പോൾ ലാസർ, അവന്റെ മുറ്റത്ത് കിടന്നിരുന്ന ലാസർ ഇതാ അബ്രാഹത്തിന്റെ മടിയിൽ. ആ ലാസറിനെ അയച്ച് ഒരു തുള്ളി വെള്ളം എന്റെ നാവിൽ തരണമേ എന്ന് ധനവാൻ അബ്രാഹത്തിനോട് പറയുമ്പോൾ, സാധ്യമല്ല, എനിക്കും നിനക്കുമെതിരായി ഇവിടെ ഒരു വലിയ ഗർത്തമുണ്ട്.
ഒരു വലിയ കുഴിയുണ്ട് എന്നാണ് പറഞ്ഞത് ബൈബിളിൽ. പ്രിയപ്പെട്ടവരെ, റഷ്യക്കാർ സയന്റിഫിക് ആയിട്ടുള്ള ഒരു വലിയ പരീക്ഷണത്തിന് വേണ്ടി കടലിനടിയിലുള്ള ലെവലിലേക്ക് ഭൂമി കുഴിച്ചു ചെന്നപ്പോൾ ഭയങ്കരമായ അട്ടഹാസങ്ങളും അലമുറയും പല്ലുകടിയും ഉണ്ടായപ്പോൾ അവർ അത് നിർത്തിവെച്ചു. ഒരു സ്ഥലത്തൊരു അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ അതിൽ ജീവനുള്ള പുഴുക്കൾ ഇഴഞ്ഞു നടക്കുന്നത് കണ്ടു. അഗ്നി കെടാത്തതും പുഴു ചാകാത്തതുമായ അഗ്നി ഉണ്ടെന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കുമെന്നും നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാമാണെങ്കിലും നാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഉപകാരികൾ, അധ്യാപകർ, വൈദികർ നമുക്ക് മാമോദിസയും വിശുദ്ധ കുർബാനയും കുമ്പസാരവും വേദപാഠവും എല്ലാം പഠിപ്പിച്ച നമ്മുടെ വൈദികർക്ക് വേണ്ടിയും പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല. ഓരോ വിശുദ്ധ കുർബാനയിലും ഈ ആത്മാക്കൾ ബലിപീഠത്തിന് ചുറ്റും വന്ന് നിന്ന് കരഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഈ മകൻ എനിക്ക് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമോ? എൻ്റെ ഈ മകൻ വിശുദ്ധ കുർബാനയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? എൻ്റെ ഈ മകൻ വിശുദ്ധ കുർബാനയിൽ എന്നെ ഓർക്കുമോ? എൻ്റെ പാപങ്ങൾ മാറ്റി എന്നെ സ്വർഗത്തിലേക്ക് വിടുമോ എന്ന് കെഞ്ചിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ വസ്തുവും സ്ഥലവും മാവും പ്ലാവും അതിൻ്റെ ഫലങ്ങളും പഴവും മാങ്ങയും എല്ലാം തിന്നിട്ട് ആണ്ടിൽ ഒരിക്കൽ പോലും നമുക്ക് ശരീരം നൽകിയ നമ്മുടെ മാതാപിതാക്കളെപ്പോലും നാം ഓർക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാഴ്ചയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിക്കുകയും എല്ലാ മാസവും ആരാരുമില്ലാത്ത ആത്മാക്കൾക്ക് ഒരു കുർബാന ചൊല്ലുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇന്ന് കുർബാനയ്ക്ക് പണം കൊടുത്ത് നാളത്തെ കുർബാന ആകുന്നതിന് മുമ്പ് കർത്താവ് എന്നെ സാമ്പത്തികമായി ഒരു അനുഗ്രഹം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥലം വിൽപ്പന, വിവാഹം, അങ്ങനെ ഓരോ കാര്യങ്ങളും തടസ്സപ്പെട്ട് നിൽക്കുകയാണോ? ഇന്ന് തന്നെ ശുദ്ധീകരണ ആത്മാക്കൾക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയക്ക് വേണ്ടി ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുവിൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നവംബർ 1 മുതൽ 8 വരെ സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കുവിൻ. ദണ്ഡവിമോചനം നേടി അവരെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുവിൻ. ധാരാളമായ വിശുദ്ധ കുർബാനകൾ നമുക്ക് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കാം. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16, റോമർ 6:21 പറയുന്നു, അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയപ്പോൾ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും. സഭാപ്രസംഗകൻ 9:5 പറയുന്നു, കാരണം ജീവിക്കുന്നവർക്കറിയാം അവർ മരിക്കുമെന്ന്, മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല, അവർക്ക് ഒരു പ്രതിഫലവുമില്ല, അവരെക്കുറിച്ചുള്ള സ്മരണ അസ്തമിച്ചിരിക്കുന്നു. എബ്രായർ 9:27, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മത്തായി 5:26, അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുപോളും നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് സത്യമായി പറയുന്നു. മത്തായി 10:28 പറയുന്നു, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാതിരിക്കുകയും ചെയ്യുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും കൊല്ലുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. 1 തെസ്സലോനിക്ക 4:14 പറയുന്നു, യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. യോഹന്നാൻ 11:25 പറയുന്നു, യേശു അവളോട് പറഞ്ഞു, പുനരുത്ഥാനവും ജീവനും ഞാനാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു. 2 കൊറിന്തോസ് 5:8 പറയുന്നു, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുവാനും കർത്താവിനോടുകൂടെ അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സഭാപ്രകാശൻ 12:7 പറയുന്നു, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവർ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാം. പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണങ്ങൾ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത മരിച്ചുപോയ
ബെനഡിക്ട് 16 പാപ്പ സാക്രമെന്റം കാർത്താസിസിൽ പറയുന്നു. അൽഫോൺസ് ലിഗോരി എന്ന വിശുദ്ധൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒരു നൊവേന ഉണ്ടാക്കിയിരിക്കുന്നു. ഭക്തിയോടെ സിമിത്തേരിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ജർത്രൂഡിനെ പോലെ നമുക്ക് ധാരാളം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. വിശുദ്ധ അമ്മത്രേസ്യ തന്റെ മഠത്തിന് ചുറ്റുമുള്ള മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകളെല്ലാം അടിച്ചുവാരി ദൂരെ കൊണ്ട് കളയുമ്പോൾ 2 കുച്ചുമ്പുള്ള കന്യാസ്ത്രീമാർ അത് വാരി തിരികെ കൊണ്ടുവന്നിട്ട് പ്രകോപിപ്പിക്കുവാൻ നോക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അത് വാരി വീണ്ടും കളഞ്ഞിട്ട് ഈശോയോട് പറയും, ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തോട് ചേർത്ത് വെച്ച് ഈ ചെറിയ പ്രവൃത്തി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ഒരു പരാതിയും പറയുന്നില്ല. 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങ് കയറ്റിക്കൊണ്ടുപോകണമേ. വിശുദ്ധ ജർത്രൂഡിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത്. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം ഇന്നും ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവർക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു. ആമേൻ. ഒരു സ്വർഗസ്വനായി, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതിയും. നാം എല്ലാവരും ഒരു ശുദ്ധീകരണ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ശുദ്ധീകരണ സ്ഥലം പണ്ടേ കാലിയായേനെ എന്ന് വിശുദ്ധ ജർത്രൂഡ് പറയുന്നു. പല വ്യക്തികളും പലപ്പോഴും മറ്റുള്ളവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വപ്നത്തിലൂടെ ദർശനം നൽകിയതിൽ പറയുന്നത്, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതലായ കഠിനമായ വേദനകളിലൂടെ ഇവിടെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കൾ നമ്മുടെ തന്നെ പൂർവികരാണ്, നമ്മളെ തന്നെ പഠിപ്പിച്ച അധ്യാപകരാണ്, നമ്മുടെ തന്നെ കൂട്ടുകാരാണ്, നമ്മുടെ ബന്ധുക്കളാണ്, സഹോദരങ്ങളാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ ഇന്നേ ദിവസം മരിച്ചുപോയിട്ടുള്ള എല്ലാവർക്കും, അജാത ശിശുക്കൾക്കും, കടലിലും വെള്ളത്തിലും കപ്പലിലും വിമാനാപകടത്തിലും ഭൂമികുലുക്കത്തിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവർക്കും, കെട്ടിത്തൂങ്ങിയവർക്കും കെട്ടിത്തൂക്കപ്പെട്ടവർക്കും ആത്മഹത്യ ചെയ്തവർക്കും, കർത്താവേ, ജയിലറകളിൽ കടന്നു മരിച്ചവർക്കും വേണ്ടി, ഇന്നേ ദിവസം മരിച്ചവർക്കും ആരാരുമില്ലാത്തവർക്കും വേണ്ടി, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവർക്ക് വേണ്ടിയും ഈ വീഡിയോ അവർക്ക് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.